25-ന്റെ 7-ാമത്തെ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച വരെ ആമേൻ ദൈവം നമ്മെ സൂക്ഷിച്ചല്ലോ, ദൈവം നമ്മെ പരിപാലിച്ചല്ലോ. ആമേൻ ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിച്ചത് കൊണ്ട് ഇന്ന് പകൽ എല്ലാ പ്രിയപ്പെട്ടവരും അധരങ്ങളെ തുറന്ന് ആമേൻ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ വിശുദ്ധ പകലിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ ആലയത്തിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചേർന്നിരുന്ന കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല ഭാഗ്യ പദവിക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ ഹല്ലേലൂയ. പ്രകാശമുള്ളിടത്ത് വെളിച്ചമുള്ളിടത്ത് അന്ധകാരങ്ങൾ മാറിപ്പോകും. ഇന്ന് പകലിൽ കർത്താവേ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ആമേൻ ആ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ആമേൻ ആമേൻ ജനത്തെ അലട്ടുന്ന എല്ലാ പോരുകളിൽ നിന്ന് ദൈവത്തിന്റെ വലിയ വിടുതൽ ഇന്ന് പകൽ കർത്താവ് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലുള്ള ആരാധന ഇന്ന് പകൽ കർത്താവ് നൽകണമേ. ആമേൻ പാട്ടുകളെ ആത്മാവിൽ പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി തന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകലിൽ ഹല്ലേലൂയ ആരെങ്കിലും ജീവിതത്തിന്റെ മേഖലകളിൽ ആമേൻ ഭാരത്തോടെ പ്രയാസത്തോടെ ആമേൻ കരച്ചിലോടെ ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകരണമേ. അങ്ങയുടെ വചനം ഇന്ന് പകൽ അയക്കണമേ. അങ്ങയുടെ വിടുതൽ അയക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Father, I pray for the worship team, all our youngsters, those who are here. I pray that God bless them as we are singing the songs, as we are receiving the word. God, I pray that amen, may your amen word transform us, Lord Jesus. Amen, may your word speak directly to our situations this morning. Amen, Father, we pray that we want to bring all the glory and all the honor unto your name this morning. Hallelujah. കർത്താവേ, അങ്ങനെ ആദിയോടന്തം പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. ആത്മനിറവിൽ സന്തോഷിപ്പാൻ കർത്താവിടെ ആകണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Can I have the Malayalam worship team on the stage? Praise the Lord. പാട്ടുകളെ പാടി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. Shall we all stand up in the presence of the Lord? ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Hallelujah, 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 hallelujah. ആരാധനയ്ക്കായി സന്തോഷത്തോടെ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord, hallelujah. ആമേൻ. സുരലോക സുഖം വെടിഞ്ഞ് നമ്മെ തേടി വന്ന ഒരു നല്ല ഇടയൻ നമ്മുടെ നടുവിലുണ്ട്. അവന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ കീറിയ ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നതുകൊണ്ട് ആത്മാവിൽ സന്തോഷമുള്ളവർ ഇന്ന് പകലിൽ ഹല്ലേലൂയ കരങ്ങളെ ചേർത്തടിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. നന്ദിയോടെ പാടി പുകഴ്ത്താം.
സ്തോത്രം ചെയ്താട്ടെ. അവൻ പാപരോഗത്താൽ നാം വലഞ്ഞു കിടന്നപ്പോൾ ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി തന്റെ ശരീരം ആമേൻ ആമേൻ തകർത്ത് നമുക്ക് വേണ്ടി ഇന്ന് പകലിൽ പുതുവഴി തുറന്നു തന്ന കർത്താവിന് സന്തോഷമുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ടെ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Amen. നമ്മെ സഹായിപ്പാൻ ആമേൻ സ്വർഗ്ഗത്തിൽ നമുക്കൊരു ദൈവമുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. Hallelujah. ഉടരാധന റിബബാലബാശമാന ഉടരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് ആമേൻ നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽ അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന എല്ലാ ദൈവമക്കളും അല്പനിമിഷം കൂടെ ശബ്ദമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ ഇന്ന് പകലിൽ ആത്മാവിൽ കാമേ ആരാധിപ്പാൻ സന്തോഷമുള്ളവർ, ഹൃദയത്തിൽ ആനന്ദമുള്ളവർ ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ലോകത്തിലുള്ള ഒരു മരുന്നിനോ ഒന്നിനും നമ്മുടെ പാപത്തെ കഴുകിക്കളയാൻ കഴിയാതിരുന്നപ്പോൾ, നമ്മുടെ ശാപത്തെ മാറ്റുവാൻ കഴിയാതിരുന്നപ്പോൾ, അന്യനെന്ന മേലെഴുത്തിനെ മാറ്റിക്കളയുവാൻ ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി അവൻ തന്റെ പുണ്യാഹ രക്തം ചൊരിഞ്ഞു തന്ന നസറേനായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. അവനെ സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ആ കർത്താവിന് നന്ദി പറഞ്ഞാൽ സാക്ഷ്യമുള്ളവരെല്ലാവരും ചേർന്ന് പാടിക്കേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും
പോണത് പറയാൻ കഴിയും. ഏതൊരാപത്തിലും ഏത് നേരത്തിലും അവൻ എത്രയെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം വാതിലുകൾ അടഞ്ഞു പോയാലും, അവന് എത്ര 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 വേദനകൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലോ ഇന്ന് പകൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പറയാൻ കഴിയും, എന്റെ ദൈവത്തെ ഞാൻ അറിയുന്നു, അവൻ എനിക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. ഇന്ന് പകൽ എന്തെല്ലാം വന്നാലും ഞാൻ അവനെ വിട്ടു പിന്മാറുകയില്ല. അവൻ അന്ത്യം വരെ ഞാൻ അവനെ പിൻപറ്റും. അവൻ അന്ത്യം വരെ ഞാൻ അവനെ ആരാധിക്കും. ഇന്ന് പകൽ സന്തോഷമുള്ളവർ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്ക് എന്റെ ദൈവം മാത്രം മതിയെന്ന് ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. ഏത് നേരത്തിലും എനിക്ക് എന്റെ ദൈവം മാത്രം മതി. ഇരുളുപോലുള്ള പ്രയാസങ്ങൾ, വിഷയങ്ങൾ വന്നാലും ഇന്ന് പകലും അതിന്റെ നടുവിലും നിന്നെ കരം പിടിച്ചു നടത്തുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ മറന്നു പോകരുത്. നീ കരയണ്ട, നിനക്ക് വേണ്ടി. ഇത്ര നല്ലവനായ കർത്താവിനെ, ഇത്ര നല്ലവനായ എന്റെ പ്രിയനെ ഇന്ന് പകലും ആരാധിപ്പാൻ സന്തോഷമുള്ളവർ അവനെ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ ഇന്ന് പകലിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഏതൊരാപത്തിലും ഏതു നേരത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട്. അതെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കുവാൻ അവൻ മതിയായവൻ. അത്ര ഇന്ന് പകലിൽ തുറന്നും അങ്ങയോടുള്ള സ്നേഹത്തിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കാമല്ലോ. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്കൊരവസരം കൂടെ തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും അല്പനിമിഷം കൂടെ പ്രാർത്ഥനയ്ക്കായി സമയത്തെ ഒന്ന് വേർതിരിച്ച് അവനൊന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അധരങ്ങളും തുറന്ന് അവൻ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ അവൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് പകൽ പരാജയപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാവരും come on everybody raise your voice. എല്ലാവരും ആത്മാവിൽ അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. മറ്റൊരു ആമേൻ അല്ലെ പ്രോഗ്രാമിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്തിരിക്കാതെ ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മെ വിടിവിച്ച, നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കി, നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത ആമേൻ കർത്താവിന് ഇന്ന് പകൽ എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ സങ്കേതമായവൻ, നമ്മുടെ ബലമായവൻ, നമ്മുടെ ആശ്രയമായവൻ, നമ്മുടെ പാറയായവൻ, നമ്മുടെ കോട്ടയായവൻ, ഇന്ന് പകൽ രോഗത്തിന് സൗഖ്യം നൽകുന്നവൻ, ശാപങ്ങളെ മാറ്റുന്നവൻ, അവൻ വേദനകളെ മാറ്റുന്നവൻ, ഇന്ന് പകലിൽ അവൻ പരാജയപ്പെടുത്ത അവൻ പെട്ടെടുത്ത് അവൻ വിജയം നൽകുന്ന നമ്മുടെ സർവശക്തനായ ദൈവം, അവൻ സർവ സൈന്യാധിപനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാവരും ആത്മാവിൽ അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അവൻ രാജാവ് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പ്രജകളെല്ലാവരും അവൻ അവന് സ്തുതി പാടുന്നത് പോലെ ഇന്ന് പകലിൽ അവൻ സകലത്തെയും സൃഷ്ടിച്ച രാജാതിരാജാവും കർത്താവുമായവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ മറ്റൊരു കാര്യങ്ങളും ഇന്ന് പകലിൽ ചിന്തിക്കാതെ അല്പനിമിഷം ആരാധനയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇന്ന് പകലിൽ വന്നത് വെറുതെ ആയി പോകരുത്. ഞാൻ വിശ്വസിക്കുന്നു അവൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിപ്പാൻ, ഇന്ന് പകലിൽ ചിലരെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, അവൻ തളർന്നിരിക്കുന്നവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിപ്പാൻ, അവൻ വ്യസനത്തോടിരിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ സമയം പോയെന്ന് വിചാരിച്ച ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ആത്മാവിൽ അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓ റബാലബ ശമാന ബൗഡരാധന രുഡരാധന റീബാലബ ശഖനാരധന റീമാനബ റീബാലബ ശമാന ബൗഡരാധന റീമാനധന രുഡരാധന. Every youngsters come on, raise your voice. Amen. Close your eyes, start praying this morning. ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. അവൻ ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ ആമേൻ അത് അഴിഞ്ഞു മാറട്ടെ. അവൻ ഒതുക്കി വെക്കുവാൻ ശ്രമിക്കുന്ന ഇന്ന് പകലിൽ ഹല്ലേലൂയ അവൻ പിശാച് ചിലരെ ബന്ധിച്ച് അവൻ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ദൈവസഭ തയ്യാറാകട്ടെ. ഇന്ന് പകൽ ആത്മാവിൽ ദൈവസഭ സ്തോത്രം ചെയ്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ തീങ്കൽ ഒരു കയറ് ആമേൻ അത് കത്തിയെരിയുന്നത് പോലെ ഇന്ന് പകലിൽ സ്വർഗ്ഗത്തിലെ അഗ്നി ഇറങ്ങി ആമേൻ അതിൽ ബന്ധിക്കുവാൻ ശ്രമിക്കും.
ബാധിക്കുന്ന എല്ലാ ക്ഷണങ്ങളും ഇന്ന് പകലിൽ കത്തിയെരിഞ്ഞ് മാറിപ്പോകട്ടെ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ അല്പനിമിഷം ആരും കണ്ണു തുറക്കരുത്. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച രുഡരാധന റീബാലഭാഷമാന ബൗഡരാധന രുഡരാധന റീമാന ഭാഷമാന ബൗഡരാധന. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. ആമേൻ. ഇന്ന് പകലിൽ നിന്നെ ഇവിടെ ദൈവം കൊണ്ടുവന്നതാ. ഇന്ന് പകലിൽ ദൈവം നിന്നെ ആലയത്തിൽ കൊണ്ടുവന്നത് ആമേൻ നീ മടുത്തിരിക്കാനല്ല, ആമേൻ തളർന്ന് മാറിയിരിക്കാനല്ല. ഇന്ന് പകലിൽ ആമേൻ സകല ബന്ധനങ്ങളെ മാറ്റി സകല ചങ്ങലകളെയും പൊട്ടിച്ച് ആത്മാവിൽ പ്രാർത്ഥനയിൽ ജയമേറ്റെടുപ്പാൻ ഇന്ന് പകൽ തയ്യാറെടുക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഓ റബാലഭാഷമാന ബൗഡരാധന രുഡരാധന റീബാലഭാഷമാന ബൗഡരാധന രുഡരാധന റീമാന ഭാഷംധന റുഖാലധന രുഡമലബലഭാഷമാനരാധന. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിന്റെ ഒരു വൻമഴ പെയ്പ്പാൻ എൻ്റെ കർത്താവ് മതിയായവന്. അവനെ എത്ര സമയം വേണ്ടോന്നല്ല, അവനെ എത്ര സമയം നമ്മുടെ മുൻപിൽ ഇല്ല എന്നുള്ളതല്ല. ഇന്ന് പകലിൽ ആമേൻ ആമേൻ ആത്മാവിൽ ഒരുക്കത്തോടെ നാം ആയിരിക്കുന്നെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് പകൽ നമ്മെ വിടുവിപ്പാൻ അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ആമേൻ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഇന്ന് പകലിൽ ആമേൻ ഒരാൾ പ്രാർത്ഥിക്കുമല്ലോ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി. യെസ് കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്നേഹമേറിയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ഞായറാഴ്ചയുടെ മനോഹരമായ പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ പാദപീഠത്തിൽ അടിയങ്ങൾക്ക് സഭയായി കടന്നു വന്ന് കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അടിയങ്ങളുടെ ജീവിതയാത്ര ലഭിച്ച നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, കഴിഞ്ഞ ആഴ്ച ദിനങ്ങളിലെല്ലാം നേടിയങ്ങളെ പരിപാലിച്ചു, കഷ്ടങ്ങൾ അനർത്ഥങ്ങളെല്ലാം നേടിയങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മാസത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് കർത്താവേ അടിയങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ 7 മാസക്കാലം അടിയങ്ങളെ ഈ പഠനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭദ്രമായി സൂക്ഷിച്ച അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അടിയങ്ങൾ പാടിയതുപോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നുള്ള അങ്ങയുടെ വചനം പോലെ കർത്താവേ അങ്ങ് ചെയ്ത ഉപകാരങ്ങളും നന്മകളെല്ലാം ഓർത്ത് നന്ദിയുള്ളവരായ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അടിയങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. കർത്താവേ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജയത്തിന്റെ ഘോഷങ്ങൾ മുഴക്കി കർത്താവേ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലം പ്രാപിച്ച് മടങ്ങി പോകുവാനിടയിൽ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, ആലോചനകളെല്ലാം ഇന്ന് പകൽക്കാലം അടിയങ്ങൾക്ക് നൽകി തന്ന് അടിയങ്ങളെ ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. അടിയങ്ങളുടെ കുറവുകൾ അടിയങ്ങളോട് ക്ഷമിക്കണമേ. രക്തത്താലും വചനത്താലും ആത്മാവിനാലും അടിയങ്ങളെ ഇന്ന് പകൽക്കാലം ശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവേ അങ്ങ് ആശീർവദിക്കണമേ. ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമേ, ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. ദൈവിക ആലോചനകൾ നൽകുവാൻ അങ്ങയുടെ ദാസന്മാരെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പഠനത്തിൽ കർത്താവിന്റെ നാമമഹത്വത്തിനായി അടിയങ്ങൾ ഓരോരുത്തരും നിൽപ്പാണ്ടക്കണം, സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളെല്ലാം കേട്ടതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മഹത്വം എല്ലാം അങ്ങേക്ക് ഇന്ന് പകൽക്കാലം തരുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. Amen. Amen. Praise the Lord. Shall we all stand up in the presence of the Lord and read Psalms 62? 62ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. അതിൻ്റെ 11, 12 verses 11 and 12 we will read it together. Psalms 62, 62ാമത്തെ സങ്കീർത്തനം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും. 62ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു.
അതിൻ്റെ 11, 12 verses 11 and 12. We will read it together. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവനിൽ നിന്ന് വരുന്നു. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ഭോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദയം നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഇന്ന് പകലിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നു. ആമേൻ. ഞങ്ങൾ മൗനതയിൽ ഇരിക്കുന്നെങ്കിലും, പ്രയാസത്തോടെ വേദനയോടെ ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിലും, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ബലം പകരുന്ന, ഞങ്ങളുടെ ഹൃദയത്തെ ആമേൻ തണുപ്പിക്കുന്ന, ആമേൻ ഞങ്ങൾക്ക് ഊർജം നൽകുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് പകലിൽ ഞങ്ങളുടെ നടുവിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. Greetings everyone in the name of our Lord and Savior Jesus Christ. God has given one more day, one more opportunity to come in the presence of the Lord, to worship in His holy name. And I greet and extend my greetings and warm welcome to everybody, those who are here amen, in the church, and anybody, those who are watching us through live. And thank you for joining with me this morning. Praise the Lord. God has protected us. Karthavu namme sookshichu, namme anugrahichu. Amen. This is the last Sunday of 2025, July, the 7th month. And God has blessed us and protected us and brought us thus far. And it is it's not because of the ability or the strength of our own, but this morning we can say that God, it's only because the strength and ability of my God and my Savior. കർത്താവും എൻ്റെ രക്ഷിതാവുമായ ദൈവത്തിന്റെ ബലവും കൃപയും ഒന്ന് മാത്രമാണ് ഇന്ന് പകലിലും ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും ഇന്ന് പകലിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. I want to acknowledge some guest people, those who are here with us this morning. Pastor Kurian Varghese and Sister Shushila. Their family came from Haryana, and they are Priya Tangamamയുടെ cousin, right? Praise the Lord. പ്രിയ ചായനെ ഓർത്ത്, പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ മമ്മേ? Nephew, praise the Lord, thank you. Priyankamamയുടെ nephew, and he, Pastor Kurian and family, he's ministering and serving the Lord in the land of Haryana. കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. Praise the Lord. After my Sam's exhortation, he will take some time and greet us and share from the Word of God. And also, I want to acknowledge Brother Anish and family, all the way from Dallas. God bless you. നമ്മുടെ സുലത ആന്റിയുടെ cousin, sir. Cousin's son. Thank you. Praise the Lord. They are visiting us, and thank you for visiting us. God bless you. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. Praise the Lord. After a while, it's very good to see our dear Sharon and baby sick. Ezekiel. God bless. കർത്താവ് അവരെയും സഹായിക്കട്ടെ. Good to see you. Merlin. God bless you. കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരെയും ഇന്ന് പകലിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Praise the Lord. We are in the presence of the Lord. Praise the Lord. Hallelujah.
our dear Molly auntie, he is in Oklahoma and she's traveling back, today afternoon. So continue to pray for our dear Molly auntie. Molly auntie വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയദാസിയുടെ യാത്രയിൽ കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. We will have our church general body this afternoon at 11:30. Don't worry, do not plan to leave at that time. I'm planning and trying to conclude the meeting, the service at 11:30, so that we can have a general body. It won't be for a long. We have lunch prepared for everyone, so do not leave. Please partake in the general body and the Lord's Supper. So for the lunch. So God bless you. അതിനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതുകൊണ്ട് ഒരു ദൈവദാസനെന്നുള്ളത് നിങ്ങൾക്കറിയാം, സമയം ഞാൻ പാലിക്കണം. അധികം സമയം നമ്മുടെ മുൻപിലില്ല. കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മുൻപിലുണ്ട്. My parents, my dad and my mom, they were been with us for the past 5 months, and they are going back. Their flight is a Tuesday morning, 6 o'clock, so they will be leaving, early morning. So continue to pray for my parents and their travel. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കുമാറാകട്ടെ. There are some announcements that I will do later. Let us refocus, bring our attention to the Psalms that we read. I'm not going for a long message this morning, a very short thoughts and message that I want to share with you this morning. There will be only one message. I don't have a PowerPoint, so youngsters, I'm sorry. Please go along with me, run with me, and stay focused on the word of God. Praise the Lord. Kartavu sahayikate. I want to talk about 3 things this morning. I want to talk about the spiritual rest, spiritual warfare, and number 3, spiritual expectation. I want to talk about these 3 things. I don't know if I can go through everything, but this morning look at that Psalms 62. This is a prayer. The psalmist is praying that my strength is in the Lord. I trust in the Lord. And he says like this, I rest in the Lord who is my salvation. Let me tell you this. Praise the Lord. I'm not talking about the spiritual rest, which is not doing anything and we are resting. Sitting just, wasting our time. I'm not talking about that. Spiritual rest, even in the midst of the physical busyness or physical tiredness, God, if your soul is trusting in the Lord, God will give you spiritual rest. Praise the Lord. David, he is singing the song here, and he is telling here, he is running through the wilderness for his life. He has no rest physically. He is very tired, in fear, lot of questions, lot of challenges in his life. But he says, even in the midst of that test, problems, issues, challenges, David is telling, my soul is rest in the Lord, who is my salvation. പ്രതികൂലങ്ങൾ എത്ര അനവധി ഉണ്ടെങ്കിലോ എന്റെ ജീവന് വേണ്ടി മരണഭയത്തിൽ ഞാൻ ഓടുന്നെങ്കിലോ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നല്ല. I'm not worried about anything because my soul trusts in the Lord, so I have a spiritual rest. Praise the Lord. As a church, as a people of God, we gotta, hallelujah, have a tendency, have a passionate desire to attain a spiritual rest. Praise the Lord. Let me tell you this, resting in the Lord is a strength. Praise the Lord. ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കാതിരിക്കുന്നോ പ്രാർത്ഥിക്കാതിരിക്കുന്നോ അല്ല. It's not that I'm not praying, I'm silent, but I know where I put my trust. Praise the Lord. And if you look into the book of Isaiah, chapter 30, verses 15, Hannah will help you, to put the verses here. Isaiah chapter 30, verses 15, it says, resting in the Lord is a strength. Praise the Lord. Resting in the Lord is a strength. People were talking about what is your caliber, what is your talent, how much stable are you in your finance, how much stable are you in your career. That is why the world is looking as your strength. But the word of God says, if you repent and if you come back to the Lord, if you return and rest in the Lord, and that is your strength. Praise the Lord.
And you can see, if you read down, you don't have to read it, but you can see that your fastness or your speed is not your strength. Your ability is not your strength. Your elegance in speech is not your strength. Your beauty is not your strength. Your financial stability is not your strength. But a child of God this morning, and they can boldly say, these are not my, my strength. My strength is in the Lord, because my soul trusts in the Lord. God alone is my rock and my salvation. Whom shall I fear? God is my fortress, and I will never be shaken. Praise the Lord. രണ്ടാമത്തെ വാക്യത്തിൽ സംഗീതക്കാരൻ പറയുന്നത് ഞാൻ ഏറെ കുലുകയില്ലെന്ന്, അല്ലേ? Praise the Lord. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അത്രയാ പറഞ്ഞത്. When he's pray and start, he say, I won't be shaken. In English I like it. Hallelujah. I will never be shaken. മലയാളത്തിൽ പറഞ്ഞ ഏറെ കുലുങ്ങയില്ലെന്ന്. എന്നാൽ ആറാം വാക്യത്തിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ച് മുന്നേറിയ ഭക്തൻ പറയുക, എനിക്കൊരു വിശ്വാസമുണ്ട്. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമായ എൻ്റെ ദൈവമുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. There is no confusion there. Did you see that? There is no confusion. Let me tell you this. If you pray and pray more, you won't be having any confusion. Say amen to that. Praise the Lord. If you pray and if you kneel down and run to the Lord and come near to the Lord, and you won't be having any confusion or any doubt, God will strengthen you, and you can say, God is my rock and my salvation. Look at the protection there. God is an impenetrable protection. God is providing an impenetrable protection. No one can attack you. If you say that my soul rests in the Lord, no one can attack me. Praise the Lord. Look at the spiritual warfare. I'm just running, okay? Run with me. Praise the Lord. Hallelujah. I know the Lord is my rock and He is my salvation. He is my fortress. Praise the Lord. ദൈവം അത് പറഞ്ഞത് ഒരു പ്രാവശ്യം വചനത്തിൽ താഴെ വായിക്കുന്നുണ്ട്. Verses 11 says, God said it once, and I have listened it twice. ഞാൻ 2 പ്രാവശ്യം അത് കേട്ടു. ദൈവം എൻ്റെ ബലമാണ്. ഇന്ന് പകൽ ഞാൻ എത്രയും എല്ലാ ആഴ്ചയിലും വന്ന് പാസ്റ്റർ സിബിൻ ഇതേ പറയാനുള്ളൂ. ഇന്ന് പകൽ ഞാൻ വീണ്ടും വിളിച്ചു പറയുക. ദൈവം നമ്മുടെ ബലമാണ്. ദൈവം നമ്മുടെ രക്ഷയാണ്. അവൻ നമ്മുടെ പാറയാണ്. അവൻ നമ്മുടെ സങ്കേതമാണ്. ഇന്ന് പകലിൽ ചിലരുടെ കാത് തുറന്നത് കേൾക്കട്ടെ. ഇല്ല, നീ തളർന്നു പോകത്തില്ല. ഇല്ല, നീ പതറി പോകത്തില്ല. ഇല്ല, നീ ഇല്ലാതായി പോകുകയില്ല. എൻ്റെ ദൈവം എൻ്റെ ബലമായതുകൊണ്ട്, എൻ്റെ ദൈവം എൻ്റെ ശരണമായതുകൊണ്ട്, കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയായതുകൊണ്ട് ഇന്ന് പകലിൽ ആ ധൈര്യമുള്ളവർ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ്, ഇല്ല, ഞാൻ തളർന്നു പോകത്തില്ല. എൻ്റെ ഹൃദയം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നത് കൊണ്ട്, when my soul is resting in the Lord, I know where my trust comes from. Amen. Praise the Lord. Number 2, spiritual warfare. Spiritual warfare. Look at that verses 3. It's a prayer for justice. It's a prayer against a conspiracy. It's a prayer against a collective effort of a people, those who are trying to throw the man of God. Praise the Lord. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഒരു മനുഷ്യനെ നിലത്ത് തള്ളിയിടേണ്ടതിന്. It's not just a one man, but it's a collective effort against the one who is praying, against an individual. It's a conspiracy against a psalmist. He said, people are against me. Praise the Lord. Their heart is not truthful. They are talking lie. They are smiling with their face, but inside their mouth, by the teeth, they are grinding. They are against me. Look at that. Spiritual warfare. You got to realize that as a church people, as a child of God, you got to realize the spiritual warfare. I'm not talking about, do not think that, pastor is talking about that person who is not smiling at me. No. I'm not talking about that. I'm talking about a spiritual warfare. ആത്മാവിലുള്ള ഒരു പോരാട്ടത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. കഴിഞ്ഞ രാത്രി ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഒരു എലീശ ദോദാനിൽ വന്നപ്പോൾ, ദർശനം പ്രാപിച്ച ഒരു ഭക്തൻ ദോദാനിൽ വന്നപ്പോൾ അവനെ തകർത്ത് കളയാൻ അരാം സൈന്യം പോലെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്കെതിരായി അവരെ തള്ളിയിടാൻ പിശാച് പദ്ധതികൾ ഒരുക്കും. There is spiritual warfare. ദർശനം ലഭിച്ച ഒരു യോസേഫ് ദോദാനിൽ പോയപ്പോൾ അവന്റെ സഹോദരന്മാർ തന്നെ അവനെ കുഴിയിൽ തള്ളിയിട്ടു.
Praise the Lord. എന്നാൽ അതിന്റെ നടുവിലോ യഹോവ രക്ഷയായി ഇറങ്ങി വന്നത് കൊണ്ട് my God was a rock and the salvation even at the place where all the people were against him. Amen. Look at the plan of the enemy there. The plan of the enemy. അവനെ പദവിയിൽ നിന്ന് എന്ത് ചെയ്യണം? Praise the Lord. Amen. അവനെ പദവിയിൽ നിന്ന്. Amen. Verses 3 it says, look at that. Amen. Hallelujah. Amen. അവനെ പദവിയിൽ. How long you are Salem and that you murder him, all of you. Amen. അവനെ മലയാളത്തിൽ പറഞ്ഞവനെ പദവിയിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിക്കുകയാ. Praise the Lord. നിന്റെ ജോലി കർത്താവ് നിനക്ക് തന്നിരിക്കുന്നത് അതൊരു പദവിയാ. Amen. Praise the Lord. Amen. നിന്റെ മക്കളെന്ന്. Amen. If you are a child, Amen. That's a position that you are. Amen. You have in this world. Amen. If you are a parent, that's a position God gave. Look at the David's life. David was in the wilderness, but God called him and gave a position in the kingdom. അല്ലേ? കാട്ടി കിടന്നവനെ രാജസ്ഥാനത്ത് ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നു. അവനെ അവിടുന്ന് തള്ളിയിടാൻ. I mean, there were conspiracy. There were enemies attacking. There is spiritual war. But look at that. Twice I hear that the Lord is my rock and my salvation. ഇന്ന് പകലിൽ പ്രതിസന്ധികൾ ശത്രു എത്ര ബലവാനായിക്കൊള്ളട്ടെ നിനക്കെതിരെ നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കെതിരെ നിൽക്കുന്ന ശത്രു എത്ര ബലവാനാണെങ്കിലോ എനിക്ക് അനുകൂലമായ ഒരു ദൈവമുണ്ട്. Praise the Lord. Hallelujah. Make sure that you guard your heart and align your word with your heart's intention. Make sure you align your word with the heart's intention. Trust and rest in the Lord. Trust and rest in the Lord. Trust and rest in the Lord. ദൈവത്തിൽ തന്നെ വിശ്വസിക്കുക. അവനിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ബലമാകുന്നു. ഇന്ന് പകൽ വേറെ ഒരു വഴിയും അന്വേഷിക്കേണ്ടെന്ന്. അമേൻ ഹല്ലേലൂയ. ഫേസ് ചെയ്യുന്ന വിഷയം എത്ര വലുതാണെങ്കിലോ ഇന്ന് പകൽ വേറെ ഒന്നും നീ നോക്കി പോകണ്ട. നീ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. നീ പ്രാർത്ഥിക്കുക. ആമേൻ. രക്ഷയാകുന്ന ദൈവം ഇന്ന് പകലിൽ നിനക്ക് വിടുതൽ നൽകുക തന്നെ ചെയ്യും. Praise the Lord. Number 3. പല കാര്യങ്ങളും പറയാനുണ്ട്. I'm just running. Number 3, a spiritual expectation. Verses number 5. ആമേൻ. ആരെങ്കിലും വായിച്ചാട്ട വാക്യം. Verses number 5. Yes. Right. My expectation comes from the Lord. This morning we should have an expectation. Hallelujah. We have faith in the Lord. We have belief in the Lord. I mean, expectation is coming from the Lord. It's not a wishful thinking. I mean, അങ്ങനെ നടന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെയല്ല ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പറയേണ്ടത്. I mean, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ പറയണം. This morning it's not a wishful thinking. I know my God is on my side. I mean, if we can say amen to that. Hallelujah. It's not my wishful thinking. It's not my hope. It's not I am assuming that God is on my side. No. This morning I know my soul is resting in the Lord and I know my God is on my side. It is not my hope. It is my expectation that on the right time my King, my Lord will come and appear for me and my God will deliver me. Amen. തക്ക സമയത്ത് എന്നെ വിടുവിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. Romans chapter 15 verses 13 അങ്ങനെയാ പറയുന്നത്. Romans chapter 15 verses 13. God gives hope through the Holy Spirit. Amen. Hallelujah. And we receive it through an expectation. God is the one who gives us hope. And you, amen, through the Holy Spirit, and you receive, amen, with an expectation. ഇന്ന് പകലിൽ ഹല്ലേലൂയ നമുക്കൊന്ന് പറയാമോ? ഞാൻ എല്ലാ കാലത്തും എട്ടാമത്തെ വാക്യത്തിൽ എങ്ങനെയാ പറയുന്നത്? Verses 8, Psalm 62 verses 8. In every time I trust in the Lord. Shall we, can we raise your hand and say, God, in every time I will trust in the Lord. My soul rests in the Lord, and I know where my help comes from, and I know my God. I have a spiritual expectation. My God will deliver me. ഇന്ന് പകലിൽ ദൈവം നമ്മെ വിടുവിക്കുമെന്ന് ഉറപ്പുണ്ട്. എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ, എല്ലാവരും കണ്ണുകളെ അടച്ച് ആത്മാവിൽ അല്പനിമിഷം ഒന്ന് സ്തോത്രം
സ്തോത്രം ചെയ്യേ. ആമേൻ. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആരെങ്കിലും തളർന്നിരിക്കുന്നെങ്കിൽ ആമേൻ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയായ സ്ത്രീ പറഞ്ഞത്, if I somehow go and touch the hem of his garment, I will be healed. ഇന്ന് പകലിൽ ആ എക്സ്പെക്ടേഷനിലൂടെ എത്ര പേര് ദൈവസന്നിധിയിലായിരിക്കുന്നു? ഞാൻ ആലയത്തിൽ വന്നിരിക്കുന്നത് വെറുതെ അല്ല. എന്റെ നിലവിളി കാണാതിരിക്കുന്നവനല്ല എന്റെ ദൈവം. ആമേൻ. ഞാൻ കരയുമ്പോൾ എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നെ വിടുവിപ്പാൻ എന്റെ ദൈവം മതിയായവനെന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകലിലെ കരങ്ങൾ ഉയർത്തി കർത്താവിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. Father, I pray for this congregation. I pray for this people. I pray that God may, each of them have that spiritual expectation this morning. May they realize that there is a spiritual warfare. Strengthen their hearts so that they can attain a spiritual rest in your presence, Lord. കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ഇന്ന് പകലിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. I know our today's Sunday service is not going as like a normal Sunday service. So let us be in an attitude of prayer. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. സ്തോത്രം. I want to separate some time for anybody. If you have any prayer request or a praise report, please raise your hand. ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയം praise report ഉണ്ടെങ്കിൽ please Kurian Chan, please. Hallelujah. സ്തോത്രം. ക്രിയൻ ചാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. August 5th he has an appointment for a procedure for his left ear. So we're going to pray for Korean Chan. So Landy, please. I just want to quickly testify. God has been good to us. I'm especially so overwhelmed with joy to worship with Anish and Maggie and Abby, Nehemiah and Elijah. I saw Anish when he was 6-year-old, and I see his son. After 34 years, he's a 6-year-old child. So it's a blessing that time when I left India, he was just a little baby, came for our wedding, and after that, 35 years later, I see him as a grown man, worshiping the Lord. That Amen. is his joy. That's it. That I can stand today and say that God is faithful. He never rejects our prayer. The prayer that God has led me to pray with him when I was there in Madras. Anish was born and raised in Madras, and left him as a little child. And today to see that family rising up for the kingdom of God is the biggest joy. So I'm thankful to worship with them. They moved from Australia this year, and they are in Dallas for the work for her. So God has blessed them, and they are with us today, and they will be going back today, back to Dallas. Pray for them that God will allow them to raise the children in the fear of God, which they are. And I was so happy the children were reciting Psalms 190 last weekend at home, and to see how beautifully they are raising the children, it was a blessing. Also pray for my brother-in-law. Talked to them this morning. He is yesterday his dialysis really got sick, and pray that God will give him complete healing, so that he will be able to testify what God has for him in his life. Thank you, Sulandy. Praise the Lord. I have a prayer request of one of my cousin in Dallas, Sam Jacob. He's going to have a major spinal surgery this August 1st. He asked for a special prayer. Just continue to pray for him. Thank you, Prasad Pastor. Praise the Lord. Sushila, did you want to greet the church? Thank you. Anish, brother, do you want to take 1 minute and greet the church? So glad to be with the church family here, worshiping together with
Thank you. Amen. Amen. Family കർത്താവ് അനുഗ്രഹിക്കട്ടെ. Sharon, do you want to greet? No, it's okay. That's fine. That's fine. Totally fine. Thank you. Praise the Lord. Krathavu sahayikkatte. I just want to share that, I forgot the last week, but our dear Feba Joel, her brother Finney Andrew Thomas and sister Vilcia Thomas, God has gifted them a baby. Her name is Fiona Elizabeth Finney on July 19th. നമ്മുടെ പ്രിയ ഫേബയുടെ ബ്രദർ നാട്ടിൽ ബാംഗ്ലൂർ, പ്രൈസ് ലോർഡ്, ബ്രദർ ഫിന്നിക്ക് അവരുടെ കുടുംബത്തിൽ കർത്താവ് ഒരു കുഞ്ഞിനെ ദാനമായി നൽകി. ആ കുടുംബത്തെ ഓർത്തുനിന്ന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ലോർഡ്. കർത്താവ് കുഞ്ഞിനെ, ആ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇഫ് നോബഡി എൽസ്, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഞാൻ മുമ്പോട്ട് പോകുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ചില അനൗൺസ്മെൻറ്റ് കാര്യങ്ങളുള്ളത് പിന്നാലെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. സ്തോത്രം. I want to take a moment. ഞാൻ ഇൻഡസ്ട്രി പ്രയറിൽ അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഐ വാണ്ട് ടു ടേക്ക് ദിസ് ടൈം. മൈ പേരൻസ്, മൈ പപ്പ മമ്മി, പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രൈസ് ദി ലോർഡ്. They've been with us for the past 5 months and they are going back to India. And thank you everyone for showing your love to my parents. Praise the Lord. പപ്പ ഒന്ന് മുമ്പോട്ട് കടന്നു വന്ന് ഗ്രീറ്റ് ചെയ്യും. മമ്മി, you want to take 1 minute? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ജീവിതത്തിലെ നല്ല 5 മാസക്കാലം കർത്താവ് ഞങ്ങൾക്ക് തന്നു. 2019 കടന്നു വന്നു. വീണ്ടും ഒരു പ്രാവശ്യം കടന്നു നിങ്ങളുടെ മുഖങ്ങളെ കാണുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാ കുടുംബങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകി ഞങ്ങളെ സ്നേഹിക്കുകയും കൈത്താങ്ങൽ ചെയ്യുകയും ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഞങ്ങളുടെ യാത്രയെക്കുറിച്ച് കേട്ടല്ലോ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് വരുവാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം തന്നാൽ വീണ്ടും കാണാം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രത്യാശ അതാണല്ലോ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തന്ന എല്ലാ സമയത്തിനും എല്ലാ കുടുംബങ്ങളോടും ഈച്ച് ആൻഡ് എവരി വൺ ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെന്നും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുമെന്നുള്ള ഉറപ്പും തരുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു. അവർ പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല, എങ്കിലും ശുശ്രൂഷ നാട്ടിലുണ്ട്. ദൈവസഭയെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ബെന്നിച്ചാനോട് സംസാരിക്കാനിടയായി തീർന്നു. ബെന്നിച്ചാൻ and Amanama, they are greatly missing our church and our congregation, so they wanted me to share their regards to the church. ബെന്നിച്ചാൻ്റെയും അമനമാമയുടെയും regards ഞാനിവിടെ ചർച്ചിനെ കൺവേ ചെയ്യുന്നു. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. This coming August 1, 2 and 3 there is a convention happening in Minnesota. നമ്മുടെ പാസ്റ്റർ ടിങ്കു തോമസിൻ്റെ ചർച്ചിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു. സോ ഐ വിൽ ബി ട്രാവലിംഗ് ദിസ് വീക്കെൻഡ് ടു മിനിസോട്ട. ഐ വിൽ ബി ട്രാവലിംഗ് ഓൺ July 31st. So continue to pray for my travel and my ministry there. So I won't be here next Sunday. So continue to pray for my travel and my ministry. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ തമ്പിച്ചാൻ, കുര്യൻ പാസ്റ്റർ മുമ്പോട്ട് വിളിക്കുന്നതിന് മുൻപേ let me take a moment. Can I have all the parents please stand? All the parents, എല്ലാ മാതാപിതാക്കളും എഴുന്നേറ്റ് നിൽക്കാമോ? Every parents. And today is the Parents' Day. The 4th week of July here in United States, they consider as a Parents' Day. I just want to take parents, all the parents, and I thank you for your kindness,
your tenacity, your unconditional love, your perseverance, and your prayer for your children. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അൺകണ്ടീഷണൽ ലവുമാണ് കുഞ്ഞുങ്ങൾക്കൊരു മാതൃക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കൊരു പരിപാലനം. എല്ലാ മാതാപിതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ prayer we have to pray for our dear Reshma and Ashit. And they are the first time parent. They're going to be a first time parent. The due time is November. So especially we got to pray for them. ഒരു ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പേരൻസിനെ എസ്പെഷ്യലി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവസഭ എല്ലാവരും, come on youngsters, everybody pray for your parents. Praise for everything that they have done for us, for you. Their love, their care, their protection, their prayer. It's only because of their prayer and God's help that we are standing. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Father, I pray for all the parents this morning. I thank you, Father, for choosing them, for considering them, for loving them, and also for giving your strength. കർത്താവേ, അങ്ങയുടെ ബലം മാതാപിതാക്കൾക്ക് നൽകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രയാസങ്ങളും വേദനകളും അവരുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലോ കർത്താവേ, നീ ബലപ്പെടുത്തണമേ. ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നവരെ കൈവിടാതെ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിൽപ്പാൻ കർത്താവരെ വീണ്ടും ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ അവരുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. സമാധാനവും ബലവും നൽകണമേ കർത്താവേ. ഒരു പ്രത്യാശ നൽകണമേ. തളർന്നു പോകുവാൻ ഇടയാക്കല്ലേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അങ്ങനെ മാതാപിതാക്കൾ അവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അന്യനും പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് കർത്താവെ ഒരുമിച്ച് കൈപിടിച്ച് അന്ത്യം വരെ നടപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഒരുമിച്ച് ഞങ്ങൾ ദൈവസഭയായി അനുഗ്രഹിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെതിരായി പിശാച് കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും, എല്ലാ സ്കീംസും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലത് തകർന്നു മാറട്ടെ. ദൈവസ്നേഹം കർത്താവ് നൽകണമേ, വിടുതൽ നൽകണമേ. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാ മാതാപിതാക്കളെയും ഇന്ന് പകൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഞങ്ങൾ ആഷിത് ബ്രദറിനെ, രേഷ്മ സിസ്റ്ററിനെ ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ധാരാളമായി പകരുമാറാകണമേ. ഈ ദേശത്ത് കർത്താവ് കൊണ്ടുവന്നു, ദൈവ കൂട്ടായ്മയിൽ കർത്താവ് കൊണ്ടുവന്നു. കർത്താവ് അവരെ ബലപ്പെടുത്തണം, സഹായിക്കണമേ. കർത്താവിന്റെ കൃപകൾ അധികമായി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരാഗ്രഹിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ വിടുതലും അങ്ങയുടെ കരവും നീട്ടി പുതുവഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Please be seated, parents. Thank you so much. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. Now Pastor Kurian Varghese, he will come forward. Praise the Lord. തുടർന്നുള്ള 15 മിനിറ്റ് കർത്താവിന്റെ ദാസൻ നമ്മോട് വന്ന് ഷെയർ ചെയ്യും. അതിനായി കർത്താവിന്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. And after that, worship team, please ready for the worship. Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ അവസരം നൽകി തന്ന ദൈവദാസനോടും സഭയോടുമുള്ളതായ പ്രത്യേക നന്ദിയും ഈ സമയത്തെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കിയല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എന്നോട് പറഞ്ഞതനുസരിച്ച് അല്പസമയം എൻ്റെ മുൻപിലുണ്ട്. അത് എൻ്റെ സാക്ഷ്യമായിട്ട് തന്നെ നിങ്ങളുടെ പ്രചോദനത്തിനായിട്ട് ഷെയർ ചെയ്യുമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. 77 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. 77-13 വാക്യം. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ. 15 വാക്യം. തൃക്കൈ കൊണ്ട് നീ നിൻ്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിൻ്റെയും യോസഫിൻ്റെയും മക്കളെ തന്നെ. 16. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി. 17. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിൻ്റെ അസ്ത്രങ്ങൾ പരക്കെ പരന്നു. 18 വാക്യം. നിൻ്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി.
19 വാക്യം, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽ ചുവടുകളെ അറിയാതെയും ഇരുന്നു. 20 വാക്യം, മോശയുടെയും അഹ്റോൻ്റെയും കയ്യാൽ നിന്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളെ നീ ശുദ്ധീകരിക്കണമേ, നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വഴികൾ വിശുദ്ധമാകുന്നു. ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും അതിൻ്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും സന്തോഷത്തിൻ്റെ വഴികളാണെന്നാണ് നാം സാധാരണമായി ചിന്തിക്കുന്നത്. എന്നാൽ സന്തോഷം വന്നിട്ടുള്ളതൊക്കെ സമുദ്രമധ്യേ കൂടെ പോയതിന് ശേഷമാണ്, പെരുങ്കാറ്റിൽ കൂടെ പോയതിന് ശേഷമാണ്. എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ രംഗത്തിലുണ്ടായിരുന്ന 1-2 വിഷയത്തെക്കുറിച്ച് ഞാൻ സാക്ഷ്യമായിട്ട് രേഖപ്പെടുത്താനുള്ള സമയമേ ഇന്ന് കാണുന്നുള്ളൂ. എന്നാൽ ജീവിത പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ദൈവസ്ഥാനിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാസാഫിനെ നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു, അദ്ദേഹം ദൈവത്തെ ഓർത്തു, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച വഴികളെക്കുറിച്ച് താൻ ധ്യാനിച്ചു. ജീവിതത്തിൽ അനേക ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ 5-6 ചോദ്യങ്ങളോടെ ഉണ്ട് അതേ സങ്കീർത്തനത്തിൽ. കർത്താവ് എന്നെ എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായി പോകുമോ? ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ച് കളയാതിരിക്കുന്നുവോ? 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ. ചോദ്യം ചോദിക്കാത്ത ആരുമില്ല. ഞാനും അനേക ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ഭാരപ്പെട്ട അവസരങ്ങളിൽ പല ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആസാഫ് ദേവദാസൻ പറഞ്ഞതുപോലെ പിന്നീട് മനസ്സിലായി, ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു, നിന്നെപ്പോലെ വലിയ ദൈവമില്ല. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാത പെരുവെള്ളത്തിലും ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക അനുഭവങ്ങൾ കടത്തിവിട്ട ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ഫലം നിലനിൽക്കേണ്ടതിനും. എൻ്റെ സാക്ഷ്യമായി പറയുന്നുവെങ്കിൽ കർത്താവിനെ തിരഞ്ഞെടുത്തെന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ആത്മീയ കുടുംബത്തിൽ വളരുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. എന്നാൽ ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളിൽ എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇവൻ അശുവാണെന്ന് പറയുമായിരുന്നു. എല്ലാവരും കൂലിവേല ചെയ്ത് വല്ലതൊക്കെ ചെയ്തോളും, ഇവൻ എന്തോ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലിറ്ററലി ശരിയായിരുന്നു. പലവിധമായ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഭാരപ്പെട്ടിട്ടുള്ളത്. സുവിശേഷ വേല ചെയ്യാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടതല്ല. അങ്ങനെ ഒരു ചലഞ്ച് എനിക്കാരും തന്നിട്ടുമില്ല. എന്നാൽ എന്നെ നിർമ്മിച്ച ദൈവത്തിന് തൻ്റെ വേല ചെയ്യണമെന്നുള്ള എന്നെക്കുറിച്ചുള്ള താല്പര്യം താൻ ചെയ്തെടുത്തു എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഞാൻ വടക്കേ ഇന്ത്യയിൽ ബൈബിൾ കോളേജിൽ പഠിക്കാനായിപ്പോയി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയതല്ല, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഹിന്ദിയും അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ 1 വർഷത്തെ പഠിത്തത്തിന് ശേഷം ഇംഗ്ലീഷിലായിരുന്നു ക്ലാസ്സുകൾ. കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥമായിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. എന്നാൽ 2-ാമത്തെ മാസത്തിൻ്റെ ഒരു ശനിയാഴ്ച ഞങ്ങളെ ഔട്ട്റീച്ചിൻ്റെ വർക്കിന് വേണ്ടി, പ്രാക്ടിക്കൽ വർക്കിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ പോയ ഗ്രാമത്തിലൊന്നും ആരും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല. 2-ാമത്തെ ആഴ്ചയിലും മറ്റു ഗ്രാമത്തിൽ പോയി, അവിടെയും ആരും ഒരിക്കലും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല. 2-ാം മാസത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. അന്നും പോയ ഗ്രാമത്തിൽ ആരും ഒരിക്കലും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല.
എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി. അതെന്തുകൊണ്ടങ്ങനെ? കേരളക്കരയിൽ മുടിയൻപുത്രൻ്റെ കഥ ചോദിച്ചാൽ അറിയാത്ത ഹിന്ദുക്കളില്ല. ഇവിടെ യേശു എന്നുള്ള നാമം കേട്ടിട്ടില്ലാത്ത ഒരു കൂട്ടരുടെ മധ്യത്തിൽ ഞാൻ ചെന്നപ്പോൾ, അങ്ങനെ വടക്കേ ഇന്ത്യയിൽ ആരും സുവിശേഷം കേൾക്കാത്തവരുണ്ട് എന്ന് മനസ്സിലാക്കി അന്ന്. ആരും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ഈ ഔട്ട്റീച്ചിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരികയില്ല. എൻ്റെ കൂട്ടുകാർ കിടന്നുറങ്ങുകയാണ്, എനിക്ക് ഉറക്കം വരികയില്ല. എന്താ ഞാൻ ചെയ്യുന്നറിയാമോ? ഇവിടെ ആരും സുവിശേഷം പറയാൻ വരാനിതെന്ത്? ഇതാ എൻ്റെ പ്രശ്നം. ഇത് എൻ്റെ പ്രശ്നമല്ല കേട്ടോ, ദൈവത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഹൃദയത്തിൽ ഭാരം തരുന്ന ദൈവമാണെങ്കിൽ ജയിപ്പിക്കുക തന്നെ ചെയ്യും. നാം കടന്നു വന്നാൽ ഉള്ള റിസൾട്ട് അതിനേക്കാളും കൂടുതലാണ് ദൈവം അയച്ചാൽ വലിയ റിസൾട്ടാണ്. അതുകൊണ്ട് ആ ഗ്രാമത്തെക്കുറിച്ചുള്ള വലിയ ഭാരമുണ്ടായിട്ട് ഒരു 6 മാസത്തിൽ കൂടുതൽ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. 6 മാസം തുടർച്ചയായിട്ട് രാത്രി ഉറങ്ങാൻ വയ്യാതെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ ആരും വന്നില്ലെന്നുള്ളതാണ്. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ല, കർത്താവേ നീ എന്നെ അയക്കണേ, ഞാൻ പൊക്കോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ചിന്തയിലല്ലായിരുന്നു വന്നത്. വചനം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. എന്നാൽ അന്നത്തെ ആ വർഷത്തിൻ്റെ അവസാന ദിവസം എൻ്റെ സീനിയർ സ്റ്റുഡൻസിനെ അവർ ഗ്രാജുവേഷന് വേണ്ടി അവരെ ഡ്രസ്സ് വെക്കട്ടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് കടന്നു വന്ന ദൈവദാസൻ ചോദിക്കുകയാണ്, നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഈ മലകളിലും ഗ്രാമത്തിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കാമോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ, ഇത് സംഭവിക്കുന്നത് ഉത്തർപ്രദേശിൽ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പോൾ അവിടെയുള്ള ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നു ചോദിച്ചപ്പോൾ അവരാരും ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, മൗനമായിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുക, കാരണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്നോടാണ് ചോദിക്കുന്നത്. ഗ്രാജുവേഷൻ നിൽക്കുന്നവർ അവർ ഒരു മറുപടിയും കൊടുത്തില്ലെങ്കിലും എന്നോട് ദൈവം സംസാരിക്കുകയാണ്, കഴിഞ്ഞ 6 മാസമായി നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി ഈ ദേശത്ത് ആരും സുവിശേഷം പറയാനില്ലല്ലോ എന്നുള്ള ഭാരത്താൽ ഞാൻ നിനക്ക് ഭാരം തന്നു. അവിടെ ഗ്രാജുവേഷനാണ്, പക്ഷെ നിന്നോട് ചോദിക്കുന്നു, ഈ വടക്കിന്ത്യയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് സുവിശേഷം ചെല്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടുന്ന് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ഗ്രാജുവേഷനിൽ നിന്ന് സ്റ്റുഡൻസ് എല്ലാം പുറകോട്ട് നോക്കുകയാണ്, ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന്. എനിക്കൊന്നും മറുപടി പറയാനില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ആയുസ്സും ആരോഗ്യം തന്നാൽ ഈ വടക്കേന്ത്യ പ്രദേശത്ത് ഞാൻ നിൻ്റെ വേല ചെയ്തു കൊള്ളാമെന്ന് അന്ന് ദൈവസേനയിൽ ഞാൻ സമർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഗ്രാജുവേഷൻ കഴിഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് പോയി, പക്ഷേ എൻ്റെ കണ്ണുനീര് നിന്നില്ല. അപ്പോൾ ഓരോ ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസും എൻ്റെ തോളത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും എൻ്റെ കരച്ചിൽ നിന്നില്ല. അതിനുശേഷം അവർ കഴിച്ചിട്ട് വന്നു, അന്നേരം എൻ്റെ കരച്ചിൽ നിന്നിട്ടില്ല. കാരണം കരയാൻ അനുവദിച്ച ദൈവമാണ്, ഭാരം തന്ന ദൈവമാണ്. രാത്രി എല്ലാവരും പിന്നെ വന്ന് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് രാത്രിയിലെ ദൈവസേനയിലെ വടക്കേന്ത്യയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഞാൻ ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം 40-ൽ കൂടുതൽ വർഷമായി, 35 വർഷം ഹരിയാനയിലും ബാക്കി വർഷങ്ങളിലെ ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അങ്ങനെ പല സ്റ്റേറ്റുകളിലായി കർത്താവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് കൃപയാൽ ഇടയാക്കി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായം മുതൽ ആരോഗ്യത്തിൽ വളരെ പൂറായിരുന്നു. എൻ്റെ പേരൻസ് അതിനെക്കുറിച്ചുള്ള ഭാരമുണ്ടായിരുന്നു. എന്നാൽ ഏത് രാത്രിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച്, കർത്താവെ വടക്കേന്ത്യയുടെ മണ്ണിൽ ഞാൻ നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു കൊള്ളാമെന്ന് ഞാൻ സമർപ്പിച്ച അന്ന് രാത്രി ഒരു പ്രത്യേക സംഭവം നടന്നു. ആ സംഭവം എന്ന് പറയുമ്പോൾ അന്ന് രാത്രി മനസ്സിലായില്ല, തുടർന്നുള്ള ദിവസമാണ് മനസ്സിലായത്. എന്താണെന്നറിയാമോ? എനിക്ക് എപ്പോഴും സ്റ്റമക്ക് സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു, ചെസ്റ്റ് സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. ഇത് ബൈബിൾ കോളേജ് ചെന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്ന രാത്രി വരെയും അതിൻ്റെ തലേദിവസവും എനിക്ക് ചെസ്റ്റിൽ വലിയ പ്രശ്നമുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകേണ്ട അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഒരിക്കലും അതിനൊരു മാറ്റം വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇന്നേക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, കർത്താവേ നീ ആയുസ് തന്നാൽ വടക്കേന്ത്യയിലെ ജനത്തിൻ്റെ മധ്യത്തിൽ സുവിശേഷം അറിയിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ വയറ്റിലെ അസുഖവും ചെസ്റ്റിലുണ്ടായിരുന്ന അസുഖവും പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് എന്നെ യഥാർത്ഥമായി വിളിച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ് അന്ന് രാത്രിയിൽ എനിക്ക് സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം പ്രവർത്തിക്കുമ്പോൾ
ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. സമർപ്പിക്കേണ്ട പോലെ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, എത്ര ദൈവഹിതപ്രകാരം മനസ്സിലാക്കി സമർപ്പിച്ചു എന്നുള്ളതിലാണ് നമുക്ക് വിടുതലുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും അവൻ്റെ പാതകൾ വെള്ളത്തിലും. ഇത് നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണ്. തീയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും പോകാൻ നമുക്ക് ആഗ്രഹമില്ല എങ്കിലും ദൈവം തൻ്റെ പ്രവൃത്തി തീയിലും വെള്ളത്തിലുമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജമ്മു കാശ്മീരിലെ കുറച്ച് നാൾ കർത്താവിൻ്റെ വേല ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. നിൻ്റെ വേല സെൻട്രൽ ഇന്ത്യയിലാണെന്നുള്ള മനസ്സിലാക്കി. അങ്ങനെ ദൈവഹിതം മനസ്സിലാക്കി ഞാൻ കേരളത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവിധ രീതിയിൽ എന്നോട് ഹരിയാനയിലേക്ക് കടന്നു പോകാനായിട്ട് സംസാരിച്ചു. ഞാൻ എന്നിട്ട് വന്ന സമയത്ത് അച്ഛൻ ചോദിക്കുക, നീ ഹരിയാനയിൽ ചെന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു വലിയ കഥയാണ്. എന്നാലേ വളരെ അത്ഭുതകരമായി ദൈവം എന്നെ ഹരിയാനയിലേക്ക് നടത്തി. എന്നാൽ ഹരിയാനയിൽ വന്നപ്പോൾ ഞാൻ 2 കാര്യം ദൈവത്തോട് ചോദിച്ചു. 1, എനിക്ക് ആത്മാക്കളെ തരണം. 2, ആയുസ്സും ആരോഗ്യവും നീ നൽകിത്തരണം. ഈ 2 കാര്യമാണ് കർത്താവിനോട് ചോദിച്ചത്. അപ്പോൾ ആത്മാക്കളെ ലഭിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഹരിയാനയിൽ വന്നു പറ്റി. എന്നാൽ അവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ഹരിയാനയിൽ ജാട്ടുവർഗ്ഗക്കാർ, സുവിശേഷത്തോട് ഏറ്റവും എതിർപ്പ് കാണിക്കുന്ന ജാട്ടുവർഗ്ഗക്കാർ, അവരാണ് അവിടെ താമസിക്കുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാനുഷികമായി ഞാൻ അവിടെ പോവുകയില്ലായിരുന്നു. പലരും എന്നോട് ചോദിച്ചു, വഴിതെറ്റി വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ വഴിതെറ്റി വന്നതല്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ആത്മാക്കളെ എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന്. 1 വർഷം അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. വളരെ ഭാരമുണ്ടായി. ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. എന്നാൽ ആ ദിവസങ്ങളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടൊരു സഹോദരൻ കടന്നു വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ 1 വർഷമായി പ്രവർത്തിക്കുന്ന ആത്മാക്കളെ ഒന്നും ലഭിച്ചില്ലല്ലോ. കർത്താവ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരാത്മാവിനെ തരാൻ പോവുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഗ്രാമത്തെ ഞങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. 20 ദിവസം കഴിഞ്ഞിട്ടും ആരെയും കിട്ടിയില്ല. അപ്പോൾ 1 വർഷമൊക്കെ ആയി കഴിഞ്ഞു. 25 ദിവസമായിട്ടും ആരെയും കിട്ടിയില്ല. 29-ാം ദിവസം, അതായത് മാസം തീരാൻ പോവുക, എൻ്റെ കൂടെ നിന്ന സഹോദരൻ ജൂനിയർ ആയിരുന്നു. ചോദിച്ചു, ആരെയും കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. 29 രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. നാളെ 30-ാം തീയതിയാണ്. സഹോദരനോട് പറയണം നമുക്ക് ആത്മാക്കളെ തന്നെന്ന്. എന്നാൽ 30-ാം തീയതി എഴുന്നേറ്റ് ഭാരത്തോടു കൂടെ എഴുന്നേറ്റിരിക്കുമ്പോൾ പ്രായമുള്ളൊരു അമ്മച്ചി ഓടി വന്ന് എൻ്റെ അടുക്കെ പറയുകയാണ്. അമ്മച്ചിയുടെ ഭർത്താവ് മലയാളിയാണ്, അവർ ഹിന്ദിക്കാരിയാണ്, അവർ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവർ വന്ന് പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്താ ഉറങ്ങാഞ്ഞത്? പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാരം എനിക്ക് ഉണ്ടായി, അതുകൊണ്ടാണ് ഉറക്കമില്ലാഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ അയലക്കത്തുള്ള ആളുകളെല്ലാം എൻ്റെ വീട്ടിൽ വിളിച്ചു കൂട്ടിയേക്കുകയാണ്. ദേവദാസൻ അവിടെ വന്നൊന്ന് വചനം പറയാമോ? ആദ്യമായിട്ടാണ്, അതുവരെ സഭ തുടങ്ങിയിട്ടില്ല, ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടില്ല, ആരെയും കിട്ടിയിട്ടില്ല. എനിക്കപ്പോൾ തോന്നി, കർത്താവ് ക്ഷീണിച്ച ശിഷ്യന്മാർക്ക് ഈ മീനൊക്കെ ചുട്ട വിളിച്ചിട്ട് പറഞ്ഞ് വരുവീൻ ഭക്ഷിപ്പീരെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ ചെന്ന സമയത്ത് കണ്ടത് ആ അമ്മച്ചി ഒരു കൂട്ടം ആളുകളെ വിളിച്ചു കൂട്ടി സുവിശേഷം അറിയിക്കുകയാണ്. എനിക്ക് സാഹചര്യം തന്നു. ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഞാൻ പ്രത്യേക ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചിട്ട് ആരെയും കിട്ടാതെ 29 ദിവസം കഴിഞ്ഞ് 30-ാം തീയതി രാവിലെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഈ 29 ദിവസത്തിനുള്ളിൽ പോലീസ് അന്വേഷണേ വന്നു. കാരണം ഒരു സ്ഥലത്ത് തന്നെ ചുറ്റി നടന്ന് വീടാന്തോറും കയറുന്ന എന്തെന്ന് ചോദിച്ചാൽ വന്നത്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പറഞ്ഞു, നീ ഇവിടെയുള്ള ആളുകളുടെ വീട്ടിൽ കയറി സുവിശേഷം അറിയിക്കുന്നു, അത് പാടില്ലെന്ന് പറഞ്ഞതിനെ വിലക്കാൻ തുടങ്ങി. വളരെ പ്രയാസപ്പെട്ടു. എന്നാൽ ഈ ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും പെരുവെള്ളത്തിലും കൂടെ ആണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായതെന്നറിയോ? ഈ അമ്മച്ചി രാവിലെ വിളിച്ച് പറയുകയാണ്, വന്ന് സുവിശേഷം അറിയിക്കുക. അന്ന് സുവിശേഷം അറിയിച്ചു, അനേകർക്ക് അല്പ സൗഖ്യം ലഭിച്ചു. അന്നാണ് ഹരിയാനയിൽ ആദ്യമായി സഭയുടെ ആരംഭം കുറിച്ച. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിന് മുമ്പിലായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നു. അതിന് മുമ്പായിട്ട് വളരെ പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ദൈവം അത്ഭുതകരമായി അന്ന് ആ കൂട്ടായ്മയിൽ കൂടെ ഒരു സഭ ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്ത. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഹരിയാനയുടെ മധ്യത്തിൽ ഏതാണ്ട് 10 ചർച്ചുകളോളം
കർത്താവ് നൽകി തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനായിരിക്കുന്ന ചർച്ചിൽ ഒരു ആത്മാവിനെ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് വളരെ ഭാരപ്പെട്ടു. കാരണം ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 11 പേരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഹരിയാനയുടെ മണ്ണിൽ 11 പേരെ സ്നാനപ്പെടുത്തിയ ചരിത്രം ഒരിക്കലുമില്ല ഞാൻ അച്ഛന്ന സമയത്ത്. അപ്പോൾ ഡൽഹിയിൽ ഇരുന്നവരൊക്കെ അറിഞ്ഞു ഹരിയാനയിൽ 11 പേർ ഒന്നിച്ച് സ്നാനപ്പെടുന്നു. ഡൽഹിയിൽ നിന്ന് അനേകർ കാണുവാനായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കർത്താവ് വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തായാലും 11 പേരെ സ്നാനപ്പെടുത്തിയതിന് ശേഷം പിന്നെ ഈ സഭ വളരണമെന്നുള്ള ആഗ്രഹമാണ്. വളരുന്നില്ല. ഹരിയാനയിൽ ജാട്ടുവർഗ്ഗക്കാർ സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവരല്ല. എവിടെ ചെന്നാലും നമ്മെ ഓടിച്ചു വിടും. ആരും സുവിശേഷം കേൾക്കാൻ റെഡിയല്ല. ഒരു ദൈവദാസൻ 10 വർഷത്തോടെ പ്രവർത്തിച്ചു. തമിഴ്നാട്ടിൽ നിന്നാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ദൈവം നിങ്ങളെ അയച്ചു, ഞാൻ പോവുകയാണ്. ഞാൻ പാസ്റ്റർ എന്തിനാ പോകുന്നത്, ഇവിടെ നിൽക്കേ? ഇല്ല, 10 വർഷം പ്രവർത്തിച്ചിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ നിരാശപ്പെട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്നെക്കാളും കഴിയും മിടുക്കുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഇട്ടേച്ച് പോവുകയാണല്ലോ. അപ്പോൾ പലരും പറഞ്ഞു, ദൈവദാസൻ എടുത്ത് മടങ്ങിപ്പോയാൽ ഏറ്റവും നന്നായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം പോയതുപോലെ നിരാശപ്പെട്ട് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ആത്മാക്കൾക്ക് വേണ്ടി വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ദൂരത്തുനിന്ന് ഇതാ ഒരു കുടുംബത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. പല പ്രാവശ്യം സംസാരിച്ചു. അപ്പോൾ എനിക്കത് കാര്യം മനസ്സിലായില്ല. കാരണം എന്നോട് ലെറ്ററിൽ ആരെ എഴുതി ചോദിച്ചാൽ എത്ര പേരെ കിട്ടിയെന്ന് ചോദിക്കും, വേറെ ഒന്നും ചോദിക്കാറില്ല. എത്ര പേരെ കിട്ടിയെന്ന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും 5, 10, 15 പേരെ പറയാനുള്ളൂ. എന്നാൽ ഒരു ദിവസം ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം ഒരു സിഖ് മതക്കാരനാണ്, തലക്കെട്ടുള്ള ഒരു മനുഷ്യനാണ്. അവരുടെ 5 മക്കളും ഭൂതം ബാധിച്ച് പല സ്ഥലത്തും പോയിട്ട് സൗഖ്യം ലഭിക്കാതെ ഭാരപ്പെട്ടു വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു സൈക്യാട്രിക് ഡോക്ടറെ കാണാൻ അവർ വന്നത്. ആ ഡോക്ടർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത അവരുടെ താല്പര്യം ആത്മഹത്യ എന്നുള്ളതാണ്. ആത്മഹത്യയ്ക്ക് വേണ്ടി അവരൊരുങ്ങുന്ന സമയത്താണ് ഈ 5 പേരും മക്കളും ഭൂതം ബാധിച്ചാണ് ഇരിക്കുന്നത്. അവരെ ആർക്കും, ഒരു മന്ത്രവാദിക്കോ ഒരു മതത്തിനോ ശരിയാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവിടെ അന്ന് രാത്രിയിലെ അതിലൊരു പെൺകൊച്ച് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നമല്ല, ദർശനത്തിൽ കൂടെ കാണുകയാണ്. ആകാശത്തിലൊരു തൃശ്ശൂലവും ആകാശത്തിലൊരു കുരിശും കാണുക. അപ്പോൾ ഈ കുരിശും തൃശ്ശൂലും തമ്മിൽ യുദ്ധം ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർ അവസാനം വിചാരിച്ചു ഏതോ ക്രിസ്ത്യൻ ഭൂതമാണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഏതായാലും ഏതെങ്കിലും ഒരു അച്ഛനെ പോയി കാണാമെന്ന് ഓർത്തു. അവിടെ ഒരു CNA ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അച്ഛനെ കണ്ട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു മിഷണറി വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നത്. എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരു പാസ്റ്ററായിട്ട് തോന്നിയില്ല. ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോകാൻ തുടങ്ങി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന 5 പേരും ഭൂതം ബാധിച്ചിരിക്കുകയാണ്. മന്ത്രവാദിക്കോ മരുന്നിനോ ലോകത്തിനോ സൗഖ്യമാക്കാൻ കഴിയാത്തത് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ് എനിക്ക് താ, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. 5-10 മിനിറ്റ് പ്രാർത്ഥിച്ചു. അപ്പോഴേ അവർ കണ്ണ് കാണിച്ച് ഇറങ്ങിപ്പോവുകയാണ്. കാരണം എല്ലാം ഭൂതം ബാധിച്ചിരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നീ അവരെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ നീ പ്രവർത്തിക്കണം. അവർ കാല് പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ ഒരു പെൺകുട്ടിക്ക് സുബോധം മടങ്ങി വന്നവൾ 6 മാസമായി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളോ തിരിച്ചറിയാൻ സാധിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ബോധം വന്നു. അമ്മയും അപ്പനും തിരിച്ചറിഞ്ഞു. അവരെ അത്ഭുതപ്പെട്ട് ഒന്നിച്ച് നോക്കിയിരിക്കുകയാണ്, എന്ത് ചെയ്യണം. എന്നോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരികയാണ് ചർച്ചിലോട്ട്. കാരണം 6 മാസമായി സൗഖ്യമില്ലാതെ സുബോധമില്ലായിരുന്ന ഞങ്ങളുടെ മകൾക്ക് സുബോധം മടങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് അവർ തിരിച്ച് ചർച്ചിലേക്ക് കടന്നു വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 ദിവസം ഇവർക്കൊണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം. 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയത്, ഇത് 1-2 ഭൂതമല്ല, 100 കണക്കിന് ഭൂതങ്ങളാണ്. ഈ 3 ദിവസം കൊണ്ട് വളരെ ഉപവസിച്ചെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലും ഇവരുടെ എല്ലാ ഭൂതങ്ങളും ഇറങ്ങിയില്ല. ഞാനും വളരെ ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മടങ്ങിപ്പോ, ഞാൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇവിടുന്ന് എഴുന്നേൽക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അവർ ചർച്ചയിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്നൊരു പാസ്റ്ററെ വിളിച്ച് വരുത്തി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഡൽഹിയിൽ നിന്ന് വന്ന പാസ്റ്റർക്ക് ഈ ഭൂതങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. അവസാനം അദ്ദേഹം പനി പിടിച്ച് തിരിച്ച് മടങ്ങിപ്പോയി. UP നിന്നൊരു പാസ്റ്ററെ വരുത്തി, അദ്ദേഹവും വളരെ ഭാരപ്പെട്ട് മടങ്ങിപ്പോയി. പഞ്ചാബിൽ നിന്നൊരു പാസ്റ്ററെ വരുത്തി, അദ്ദേഹവും മടങ്ങിപ്പോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇവരെ കൊണ്ടൊന്ന് സൗഖ്യമാക്കാനാണ് നിനക്ക് പദ്ധതിയെങ്കിൽ നീ അവരെ സൗഖ്യമാക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മകനെ, നീയാണ് ആത്മാവിനെ ചോദിച്ചത്, നീയാണ് ഭാരപ്പെട്ടത്, നീയാണ് ഈ ദേശത്തിന് വേണ്ടി കരഞ്ഞത്, നീ കൈവയ്ക്കാൻ പറഞ്ഞു. അന്ന് രാത്രി മുതൽ അപ്പോഴത്തേക്ക് 2 മാസം നീങ്ങിക്കഴിഞ്ഞു. 24 hours ചർച്ചിനകത്ത് തന്നെ ഇരിക്കുകയാണ്. 24 hours
ഈ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. അവരുടെ മേൽ നിന്നുണ്ടായിരുന്ന ദുഷ്ടശക്തികൾ ഓരോന്നോരോന്നായി പേര് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര, ഞാൻ എൻ്റെ ആയുസ്സിൽ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടിട്ടില്ല. ഇതിനു മുമ്പും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. എന്നാൽ ആ ദിവസങ്ങളിൽ ദേശത്തുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി ഇവിടെ ഭൂതത്തെ ഇറക്കുന്നെന്ന്. കാരണം അവിടെയുള്ള ആളുകളെല്ലാം ഇവരുടെ അലയും നിലവിളിയും കേട്ട് ഒന്നിച്ചുകൂടാൻ തുടങ്ങി. ഗ്രാമക്കാരിൽ ഒന്നിച്ചുകൂടി. അപ്പോഴാ ദേശത്തറിഞ്ഞ് ഭൂതം ഇളക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് ഗ്രാമത്തിലുണ്ടായിരുന്ന സകല ഭൂതബാധിതരെയും അവിടെ കൊണ്ടുവന്നു. ഞായറാഴ്ച ഞങ്ങൾക്ക് 40-50 ഭൂതം ബാധിച്ച ആളുകൾ ഒന്നിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികൾ 10-15 പേരെ മാക്സിമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ആ വന്ന സകല മനുഷ്യരും അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചു. അങ്ങനെയാണ് സഭ വളരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തത്. ഇതിൻ്റെ മധ്യത്തിൽ പ്രതികൂലം വളരെ ഉണ്ടായി. അനേകർ വന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തി. പോലീസ് വന്നു, ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ പോയി. എന്നെ കൊണ്ട് മുറിയിൽ പൂട്ടിയിട്ടു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വഴി തീയിലാണ്, ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലാണ്, ദൈവത്തിൻ്റെ വഴി പെരുങ്കാറ്റിൻ്റെ മധ്യത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവ ആത്മാക്കളെ തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സമയം തീർന്നിരിക്കുന്നതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവെ ഇവിടെ കടന്നു വരുവാൻ അനുവദിച്ചോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക സംഭവങ്ങളുണ്ട്, പറയാനായിട്ട് സമയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ നടത്തിയ വഴികളൊക്കെ വളരെ അത്ഭുതമായിരുന്നു. ദൈവത്തിൻ്റെ വഴിയെ ദൈവമക്കൾ തിരഞ്ഞറിയണം. ദൈവത്തിൻ്റെ വഴി അത്ഭുതകരമായ വഴിയാണ്. അത് അത്ഭുതത്തിൽ കൂടെ നടന്നെങ്കിൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. Gracious Heavenly Father, thank you, Father God, for just putting us into your hands. Lord, you, sir, Father God, for leading us, guiding us, and strengthening us. As we're able to wake up this morning, we'll go health and strength. Lord, you said, I pray, Lord, you said, Father God, thank you, Father God, for letting us, Father God, gather together as one. Lord, you said, I pray, Lord, you said, Father God, that you just bless the worship, put it into your hands. Lord, you said, we ask this in the name of Jesus. Found in knowing that you wear the victor's crown.
every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. Every high thing must come down. Every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. Every high thing must come down. Every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. Every high thing must come down. Every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. And every high thing must come down. Every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. Every high thing must come down. Every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. And at the cross the work was finished. You were buried in the ground, but the grave cannot contain you, for you wore the victor's crown. Oh, we praise you, 'cause hallelujah, you have overcome, you have overcome, hallelujah, 'cause Jesus, you have overcome the world. Every high thing must come down. Every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. Every high thing must come down. And every stronghold shall be broken. For you wear the victor's crown. You overcome, you overcome. And every high thing must come down. Every stronghold shall be broken. You wear the victor's crown. You overcome, you overcome. Every high thing must come down. Every stronghold shall be broken. For you wear the victor's crown. You overcome, you overcome. Lord Jesus, thank you, Jesus. Praise you, Jesus, for all that you've done and given us, Lord Jesus. Lord Jesus, thank you, Jesus, for giving us such opportunity to come in your presence to worship you, Lord Jesus. Lord Jesus, thank you, Jesus, for all that you've done and given us in our life, Lord Jesus. We don't deserve anything that we have, Lord Jesus. Lord Jesus, all we have is for your glory, Lord Jesus, as we worship you, Lord Jesus. Lord Jesus, your Holy Spirit come upon us, Lord Jesus. Thank you, Jesus, once again, Lord Jesus, for being there and blessing us and keeping us safe, Lord Jesus. Lord Jesus, as we go to the next week, Lord Jesus, be with us and guide us, Lord Jesus, wherever you go, Lord, to help us carry your cross Thank with you, us, Lord Lord Jesus. Thank you, Jesus. Jesus, once again, for all that you've done and given us. In your mighty precious name I pray. Amen. As we are standing, we going to pray. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. അമേൻ. പ്രാർത്ഥിച്ച് ഇന്ന് പകലിലെ സർവീസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സ്തോത്രം. അമേൻ. സാക്ഷ്യവാചകങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കായി നമ്മൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരും അമേൻ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വന്ന സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഈ ആഴ്ചകളിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സൂക്ഷിക്കട്ടെ. പ്രിയ പപ്പ മമ്മിയും ട്രാവൽ ചെയ്യുന്നു. അവരുടെ യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. പ്രിയ മോളി ആൻറ്റിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അമേൻ. മടക്കി യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയ ആമേൻ കുര്യൻ വർഗീസ് പാസ്റ്ററിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹരിയാനയിലുള്ള ആ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഗസ്റ്റായിട്ട് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. രോഗികളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്
സൗഖ്യം ഇന്ന് പകൽ നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, വിശുദ്ധ പകലിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വന്ന സമയം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ ചിറകിന്റെ മറവിൽ കർത്താവെ നീ ഞങ്ങളെ മറച്ചതിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. രോഗികളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വിടുതലും സഹായവും സൗഖ്യവും അങ്ങ് അയക്കുമാറാകണമേ. വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കർത്താവേ, അവർക്കും ദൈവത്തിന്റെ വിടുതൽ ഇന്ന് പകൽ അയക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെരുവെള്ളത്തിന്റെ നടുവിലും ആമേൻ ആമേൻ തീയുടെ നടുവിലും പെരുങ്കാറ്റിന്റെ നടുവിലും ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തരുന്ന ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ ആമേൻ വിടുതലിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ആമേൻ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ കുര്യൻഷാനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ ഓഗസ്റ്റ് 5 നടക്കുന്ന പ്രൊസീജിയർ കർത്താവേ ഹല്ലേലൂയ, അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ അങ്ങേക്ക് പൂർണ്ണമായ സൗഖ്യം നൽകുവാൻ കഴിയും. ദൈവസഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ശരീരത്തിന് ആമേൻ പൂർണ്ണമായ സൗഖ്യവും വിടുതലും ദൈവം നൽകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ അങ്ങയുടെ ആമേൻ ഹല്ലേലൂയ കരം തൊട്ടാൽ സൗഖ്യമാകാത്ത ഒരു വിഷയവുമില്ല. ഇന്ന് പകലിന്റെ കർത്താവ് സുഖപ്പെടുത്തുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ആ വിഷയത്തിന് മറുപടി നൽകിയതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ സുലതി ആന്റിയുടെ ബ്രദർ ലോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം നൽകണമേ, ദൈവത്തിന്റെ വിടുതൽ അയക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആമേൻ പ്രസാദ് പാസ്റ്ററിന്റെ കസിൻ സാം ജേക്കബിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഓഗസ്റ്റ് 1 നടക്കുന്ന ആമേൻ ഹല്ലേലൂയ മേജർ സർജറിയിൽ കർത്താവേ ആമേൻ അങ്ങയുടെ സൗഖ്യം അയക്കണമേ, അങ്ങ് വിടുതൽ അയക്കണമേ. ആമേൻ അങ്ങ് രക്ഷകനായി സൗഖ്യദായകനായി കർത്താവേ കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരീക്ഷയിൽ കൂടെ കടക്കുമ്പോൾ പതറിപ്പോകാതെ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വിടുതലും അയക്കേണ്ടതിന് ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. നീട്ടപ്പെട്ട വഴിപാടിനായി സ്തോത്രം ചെയ്യുന്നു. നീട്ടിയ എല്ലാ കരങ്ങളെയും കർത്താവ് ആശീർവദിക്കണമേ. ഒന്നിനും മുട്ടുവരാതെ വേണമേ യഹോവ നല്ല ഇടയനായി കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഈ വരുന്ന ആഴ്ചയിലും അത്ഭുതങ്ങൾ ഞങ്ങൾ കാണട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിനിന്ന് പകലിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. വിട്ടുപോയ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. തുടർന്ന് നടക്കുന്ന ജനറൽ ബോഡിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവസഭയെ കർത്താവ് വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ദേശത്ത് നിൽപ്പാൻ, ഞങ്ങൾക്ക് ഒന്നിച്ച് ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരും. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. I call the Secretary President Pastor Wilson George. He will come forward and he will do the we'll have our general body right now. After that, after that the church is arranged food for everyone, so please plan to partake that also. Thank you. God bless you. Let's pray and start our general body. I want to ask our pastor and secretary and treasurer will come forward and take a seat. And it's going to be real quick. We're supposed to have our general body in March and April, but the reason we postponed is there was several things were happening in the meeting. We have a conference and other things, and I apologize for that, but we're going to do it today. So let's pray and start. ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഉച്ചയായ സമയത്തിനായി സ്തോത്രം. ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ ജനറൽ ബോഡിയായി കൂടുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. നിൻ്റെ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ചർച്ചിനെ ഇത്രത്തോളം സഹായിച്ചല്ലോ. ഒന്നിച്ച് നിന്ന് ഞങ്ങൾക്ക് കർത്താവേ ഈ പ്രദേശത്ത് പ്രവർത്തിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. നിൻ്റെ എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇൻട്രഡക്ഷനായിട്ട് ദൈവനാമത്തിന് എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഈ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് 2024 നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടും
പിന്നെ അല്ലാത്ത റിപ്പോർട്ടും വായിപ്പാനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. God bless each one of us, and our board members and our other position are all volunteers. So thank you for taking your time and work for the church. ചർച്ചിന് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച സെക്രട്ടറി, ട്രഷറർ, all the board members, youth leaders. We just pray for everybody, and because of lack of time, I'm just going to move forward. Next one is we're going to hear from our church secretary, Solomon Daniel, will come forward and read the report for 2024. 2024 നമ്മുടെ റിപ്പോർട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. everybody stay here, except the parents with the children have an excuse to go back, but all the other people stay here and take your seat. It's not going to be that long. It's going to be very brief. God bless you all. Thank you. Praise the Lord. Greetings to all in the name of our Lord and Savior Jesus Christ. Pastor Prasad has already mentioned many things in introduction, so I'm not going to take much time. So first of all, I tell you, this is even last year I told you I'm not going to write a very detailed church report, very brief. Still, the report is not 100% completed. It's like 95% is still some data I need to get it. So if any corrections or any data I missed it, so let me know. This നമ്മളൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഇതെല്ലാ ഡേറ്റയും കളക്ട് ചെയ്ത് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ഒക്കെ എഴുതുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എനിവേ ദാറ്റ്സ് നിങ്ങളുടെ കോപ്പറേഷനും എല്ലാത്തിനും താങ്ക് യു. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ വി ഡോണ്ട് ടേക്ക് ഇൻ മച്ച് ടൈം. സോ എവറിബഡി പ്ലീസ് റിമെയിൻ സീറ്റഡ് ആൻഡ് വി ഹാവ് എ ഫുഡ് and after by 12 o'clock we're going to finish it, and then